പ്രാർത്ഥിക്കുന്നവൻ്റെ കാൽ വഴുതുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. നാം ഇതുവരെയും ആകാശം മാറിപ്പോകുന്നത് കണ്ടിട്ടില്ല, ഭൂമി മാറിപ്പോകുന്നത് കണ്ടിട്ടില്ല. കാരണം ദൈവം അതിനെ വഹിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് വഹിക്കുന്നത്? ദൈവം തൻ്റെ വചനത്താലാണ് വഹിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവൻ്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല എന്ന വചനത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലോചനയായി പറയുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഭക്തനോടാണ് ആലോചന. നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതെ, ഈ ഭൂമിയിൽ നിന്നെ മനസ്സിലാക്കുവാൻ, നിന്നെ സഹായിക്കാൻ ആരുമില്ലേലും ഇന്ന് പകൽ നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, കാണുന്ന, പ്രകൃതി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആകാശത്തെയും ഭൂമിയെയും തൻ്റെ വചനത്താൽ വഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ദൂത് നമുക്ക് ധൈര്യത്തോടെ ഏറ്റെടുക്കാം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. അവൻ നിന്നെ കാക്കുന്ന ദൈവമാണ്. അവൻ മയങ്ങുന്നവനല്ല, ഉറങ്ങുന്നവനല്ല. അവൻ നിന്നെ സഹായിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടില്ല. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് കരയുന്നത്? ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ ഞെരകുന്നത്? അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മറുപടി വരും. ദൈവം നിങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വരും. നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം ഇടപെടും. ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥനയുടെ മറുപടിക്കായി. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.